മുമ്പത്തെ ക്ലാസ്സിൽ അത് നമ്മൾ ഇത്രയും ചെയ്തു വെച്ചായിരുന്നു. ഇപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇത്രയും നമ്മൾ ചെയ്തു വെച്ചു. എന്തായി? ചെരിഞ്ഞൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ നടുക്കത്തത് ഉരുണ്ട വരുന്നതും ഇങ്ങനെ വെച്ചപ്പോഴത്തേനും ഉരുണ്ടെന്നുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ജസ്റ്റ് ഒരു ഇൻസെർട്ട് ചേർത്ത് ഇൻസെർട്ട് കൊടുക്കാം. ജസ്റ്റ് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയിട്ട് ഇൻസെർട്ട് ഓപ്ഷൻ ബോക്സിൽ പോയി ഇതിനോട് ചേർത്ത് ഓർഡർ കൊടുത്തു. അതുപോലെ ഇവിടെ ഓർഡർ കൊടുത്തു. അതിനോട് ചേർത്ത് ഓർഡർ കൊടുത്തു. ഓക്കെ അല്ലേ? അതിനുശേഷം വെർട്ടെക്സ് എടുക്കുക. ഈ രണ്ട് വെർട്ടെക്സ് എടുത്തു. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് നേരിലേക്ക് വെച്ചു. ഓക്കെ അല്ലേ? അതുപോലെ ഈ 4 വെർട്ടെക്സ് എടുത്ത് താഴത്തേക്ക് വെച്ചിട്ട് അതൊന്ന് അടുപ്പിച്ചിട്ടുണ്ട്. എനിക്കത് ചെത്തി ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ടി ഇവിടെ വന്ന് ചെത്തി ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. ഞാനൊരു ഒബ്ജക്റ്റിന്റെ ഇത്രയും ചെയ്ത് വെച്ചു. ബാക്കി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഇതേ സാധനം ഞാൻ ജസ്റ്റ് സെൽഫ് കുറഞ്ഞു കിട്ടും. വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയതിനു ശേഷം മിറർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും.
മെഷീൻ്റെ അകത്ത് മിറർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മെഷീൻ്റെ അകത്താണ്. മെഷീൻ്റെ അകത്ത് പോയി മിറർ എന്നുള്ള ഓപ്ഷൻ എക്സ് ആക്സിസ് ആണ്. അപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് എക്സ് ആക്സിസിലേക്കാണ് അവിടെ പോയി നിൽക്കുന്നത്. സെയിം ആക്സിസിലുള്ള അപ്പോൾ ജസ്റ്റ് ഇത് അവിടെ നിന്ന് റീസെറ്റ് കൊടുത്തേക്ക്. റീസെറ്റ് കൊടുത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇസഡ് ആക്സിസിലേക്ക് നമുക്കാണ് ഇസഡ് ആക്സിസ് കൊടുക്കും. ഓക്കെ, ഇതിന്റെ മോഡിഫൈ സെൻട്രൽ പിവോട്ട് കൊടുക്കണേ. എന്ത് കേസ് നോക്കുന്നതിന് മുമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുക. മോഡിഫൈക്കകത്ത് പോവുക, സെൻട്രൽ പിവോട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് പിവോട്ടുകളെല്ലാം മാറിയായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് അതിന്റെ പിവോട്ട് അവിടെ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ജസ്റ്റ് ഇവിടെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഇസഡ് ആക്സിസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പൊ അത് ആകാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു അതിനെ ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി. ഈ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിനെ 180 ഡിഗ്രി ഞാൻ തിരിച്ചെടുക്കും. ഓക്കെ, അതിനുശേഷം ഈ വശത്തേക്ക് തിരിഞ്ഞു ഇവിടെ 180 ഡിഗ്രി. ഓക്കെ, ഡബ്ല്യു ചെയ്യും. ചുറ്റ് നിൽപ്പുണ്ട്. എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യും. മിഷീൻ്റെ അകത്ത് പോവുക, കമ്പൈൻ എന്താണ് കമ്പൈൻ, ജസ്റ്റ് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഒന്നായി. പക്ഷെ ഇത് മെർജ് ആയിട്ടുണ്ട്. മെർജാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെർട്ടെക്സ് എടുക്കുക, വി പ്രസ് ചെയ്ത സ്നാപ്പ് റൂളാണ്. ഇതാണ് സ്നാപ്പ്. തൊട്ടടുത്തേക്ക് ഓട്ടോമാറ്റിക് ലൂപ്പ് കൊടുക്കും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വെർട്ടെക്സിലേക്ക് ഓട്ടോമാറ്റിക് മുട്ടിക്കോളൂന്നേ ഉള്ളൂ, അല്ലാതെ മെർജ് ആവില്ല. മുട്ടിക്കോളും എന്നേ ഉള്ളൂ. ജസ്റ്റ് ഒറ്റ ഒബ്ജക്റ്റ് ആണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സ്ഥലം ഞാൻ എല്ലാം ആ സെറ്റ് ചെയ്ത് ഏറ്റവും മനസ്സിലകത്ത് തന്നെ മെർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് മെർജ് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആ ഹൈറ്റ് വ്യത്യാസം ഉള്ളൂന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇനി വെർട്ടെക്സ് എടുത്തിട്ട് കുറച്ചാൽ മതി. എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് മേലിലേക്ക് ഒന്ന്